നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഔദ്യോഗിക സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ, സഹ അധ്യാപകർ, ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ആൻഡ് മേള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടന്ന അധ്യാപക സമാദരണം 25 പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ഔദ്യോഗിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള സംതൃപ്തി. അധ്യാപന രംഗത്തുണ്ടാകുന്ന നല്ല പ്രവർത്തനങ്ങളാണ് നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നത്. റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ അവരുടെ സന്തോഷവും അതുതന്നെയായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പറഞ്ഞു. അധ്യാപനം എന്ന മഹത്തായ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാലയത്തെ മാതൃകാ സ്ഥാപനമായും മൂല്യബോധമുള്ള സമൂഹമായും മാറ്റിയെടുക്കാൻ സാധിച്ച ഗുരുശ്രേഷ്ഠന്മാർക്ക് സ്നേഹപൂർവമായ യാത്രാമംഗളങ്ങളാണ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ആൻഡ് മേള കമ്മിറ്റി ഒരുക്കിയത്. ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടിയാണ് റിട്ടയർ ചെയ്യാൻ പോകുന്നത്. കാരണം മുമ്പില്ലാത്ത വിധത്തിൽ മനോഹരമായ ഒരു കെട്ടിടമെല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ടീച്ചറുടെ കാലത്ത് നിന്ന്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ഏത് മേഖലയിൽ ജോലി ചെയ്യും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചെയ്യുന്ന ആളുകളായാലും അവർ റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഔദ്യോഗിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങളോടുകൂടി റിട്ടയർ ചെയ്യുമ്പോഴാണ് ആ ഒരു സംതൃപ്തി ഉണ്ടാകുക. അതായത് അധ്യാപകരാകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉപഹാര സമർപ്പണം നടത്തി. കണ്ണൂർ നോർത്ത് BPC KC സുധീർ, ഡയറ്റ് ഫാക്കൽറ്റി ഷാജീവ് A, കണ്ണൂർ നോർത്ത് AEO സീനിയർ സൂപ്രണ്ട് ലതീഷ് ബാബു PC, കണ്ണൂർ നോർത്ത് NMO സന്ധ്യ PV തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിരമിക്കുന്ന അധ്യാപകരുടെ മറുപടി പ്രസംഗത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിറ്റി ന്യൂസ് കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.